എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആനന്ദ് ചന്ദ്രശേഖരൻ. മഹാഭാരതം കഴിഞ്ഞ ഭാഗത്തിൽ ദ്രൗപദിയുടെ ആഗ്രഹം നിറവേറ്റുവാനായി കല്യാണ സൗഗന്ധികം തപ്പി ഭീമൻ ഇറങ്ങുന്നത് വരെയാണ് നമ്മൾ കേട്ടത്. നമുക്ക് മഹാഭാരതം ബാക്കി കേൾക്കാം. ദ്രൗപദിയെ വളരെ അഗാധമായി ഭീമൻ സ്നേഹിച്ചിരുന്നു. ഒരുപക്ഷെ പാണ്ഡവരിൽ ദ്രൗപദിയെ ഭീമനോളം മറ്റാരും സ്നേഹിച്ച് കാണുകയില്ല. എന്നും എപ്പോഴും ദ്രൗപദിക്ക് വേണ്ടി ഭീമൻ നിലകൊണ്ടു. സഭാഗൃഹത്തിൽ ദ്രൗപദി അപമാനിക്കപ്പെടുമ്പോൾ മറ്റ് പാണ്ഡവർ തലതാഴ്ത്തി ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ അണപൊട്ടിയൊഴുകുന്ന ക്രോധത്തെ തടഞ്ഞു നിർത്തുവാൻ കഴിയാതെ ഭീമൻ അലറുന്നതും ദുര്യോധനന്റെ തുട തകർക്കുമെന്നും ദുശാസനന്റെ മാറ് പിളർന്ന് ചൂടുചോര കുടിക്കുമെന്നും ശപഥമെടുക്കുന്നതും നമ്മൾ മുൻപത്തെ ഭാഗങ്ങളിൽ കേട്ടതാണ്. കഥ ഇനി പുരോഗമിക്കുമ്പോഴും ദ്രൗപദിക്ക് വേണ്ടി ഭീമൻ ചെയ്ത കാര്യങ്ങൾ, മറ്റാരും ചെയ്യാത്ത കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ഭീമൻ നൽകിയ സ്നേഹം ദ്രൗപദിയിൽ നിന്നും ഭീമന് തിരിച്ച് ലഭിച്ചിട്ടില്ല എന്നതാണ് സത്യം. MT വാസുദേവൻ നായർ എഴുതിയ രണ്ടാം മുഴത്തിൽ പറയുന്നത് പോലെ ഭീമൻ എന്നും രണ്ടാം സ്ഥാനക്കാരനായിരുന്നു. ദ്രൗപദി ഭർത്താക്കന്മാരിൽ ഏറ്റവും സ്നേഹിച്ചിരുന്നത് അർജുനനെ ആയിരുന്നു. എന്നാൽ അർജുനനാകട്ടെ 4 ഭാര്യമാരായിരുന്നു ഉണ്ടായിരുന്നത്: ദ്രൗപദി, സുഭദ്ര, ചിത്രാംഗത, ഉലൂപി. അർജുനന്റെ സ്നേഹം ഭാര്യമാരിൽ പലർക്കുമായി വിഭജിച്ചു പോകുമ്പോഴും ഭീമൻ തൻ്റെ സ്നേഹം മുഴുവനായും നൽകിയത് ദ്രൗപദിക്ക് മാത്രമായിരുന്നു. എന്നാൽ ദ്രൗപദി ആ സ്നേഹത്തെ കാണേണ്ടതുപോലെ കാണുകയോ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല. തിരിച്ചു കിട്ടാത്ത പ്രണയത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഭീമന്റെ ജീവിതം. 2ാം സ്ഥാനത്ത് ജീവിതകാലം മുഴുവൻ കാത്തുനിന്ന വീരൻ, മഹാബലവാനായ യോദ്ധാവ്, സ്നേഹനിധിയായ ഭർത്താവ്. നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഭീമൻ ദ്രൗപദി ഒന്ന് ചിരിച്ചു കാണുന്നത്, സന്തോഷിച്ചു കാണുന്നത്. കൈപ്പേറിയ ജീവിതാനുഭവങ്ങൾക്കും കഠിനമായ വനവാസത്തിനുമിടയിൽ ആ മുഖത്ത് ഒരു പുഞ്ചിരി കൊണ്ടുവരുവാൻ ഒരു നീല താമരപ്പൂവിന് കഴിഞ്ഞു. ആ പൂവിൻ്റെ അനന്യസാധാരണമായ അതിവിശിഷ്ടമായ സുഗന്ധത്തിന് കഴിഞ്ഞു. ദ്രൗപദി ആഗ്രഹിച്ചത് ആ പൂക്കൾ മാത്രമാണ്. അതുപോലും സാധിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഭർത്താവാണെന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണ് ഉള്ളത്? അതിനാൽ ഭീമൻ കല്യാണ സൗഗന്ധികം എന്നറിയപ്പെടുന്ന ആ നീല താമരപ്പൂക്കൾ പൂത്തു നിൽക്കുന്ന തടാകം തേടി യാത്ര ആരംഭിച്ചു. കാറ്റിലൂടെ ഒഴുകിയെത്തുന്ന സുഗന്ധം പിന്തുടർന്ന് ഭീമൻ ദ്രൗപദിക്കായി കൊടും കാട്ടിലൂടെ യാത്ര തുടർന്നു. കാട് മൊത്തം കുലുക്കിക്കൊണ്ട് വഴിയിൽ കാണുന്ന മരങ്ങളെയും ചെടികളെയും എല്ലാം ഗദ കൊണ്ട് വീശി തകർത്തുകൊണ്ടായിരുന്നു ഭീമന്റെ യാത്ര. വന്യമൃഗങ്ങൾ പ്രാണരക്ഷാർത്ഥം നാനാ ദിക്കിലേക്കും ഓടി. കടുവയും പുലിയും ആനയും കുറുക്കനും എന്ന് വേണ്ട ഒരു മൃഗവും ഭീമന്റെ കണ്ണിൽ പെടാതെ രക്ഷപ്പെടുവാൻ പ്രാണനും കൊണ്ട് ഓടി. കാട്ടിലൂടെ നടന്നു വരുന്ന ഇടിമിന്നൽ എന്ന പോലെ ഭീമൻ തൻ്റെ യാത്ര നന്നായി ആസ്വദിച്ചു. കല്യാണ സൗഗന്ധികം ഉണ്ടായിരുന്നത് സമ്പത്തിന്റെ അധിപതിയായ കുബേരന്റെ അധീനതയിലുള്ള തടാകത്തിലായിരുന്നു. ആ തടാകത്തിനടുത്തായുള്ള കദളി വനത്തിലായി വിശ്രമിക്കുകയായിരുന്ന ഹനുമാൻ ഈ ശബ്ദവും ബഹളവും കോലാഹലവും എല്ലാം ശ്രദ്ധിച്ചു. തൻ്റെ സഹോദരനായ ഭീമൻ കാട്ടിക്കൂട്ടുന്ന പരാക്രമമാണ് ഇതെന്ന് മനസ്സിലാക്കിയ ഹനുമാൻ ഭീമനെ ഒന്ന് പരീക്ഷിച്ചു കളയാമെന്നും അതിബലവാനാണ് താനെന്നുള്ള ഭീമന്റെ അഹങ്കാരം ശമിപ്പിക്കാമെന്നും മനസ്സിൽ ഉറപ്പിച്ചു. ഹനുമാൻ വായുപുത്രനാണ്. മനോജവം മാരുത തുല്യവേഗം, ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം, വാതാത്മജം എന്നാണ് മന്ത്രത്തിൽ പറയുന്നത്. വാത ആത്മജം, അതായത് വായുവിൻ്റെ പുത്രൻ. ഭീമനാകട്ടെ വായു ഭഗവാന്റെ അനുഗ്രഹത്താൽ കുന്തിക്ക് ജനിച്ച പുത്രനാണ്. അതിനാലാണ് ഹനുമാനെയും ഭീമനെയും സഹോദരന്മാരായി കണക്കാക്കുന്നത്. നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. അങ്ങനെ ഭീമനെ ഒന്ന് പരീക്ഷിച്ചു കളയാമെന്ന് കരുതി ഹനുമാൻ പടുവൃദ്ധനായ ഒരു കുരങ്ങന്റെ രൂപം സ്വീകരിച്ച് ഭീമൻ നടന്നു വരുന്ന മാർഗത്തിന് കുറുകയായി കിടന്നു. കണ്ണിൽ കണ്ടതിനെയെല്ലാം തകർത്ത് തരിപ്പണമാക്കി കല്യാണ സൗഗന്ധികം കൈക്കലാക്കി തൻ്റെ പ്രാണനായ ദ്രൗപദിക്ക് നൽകുവാനായി ഗദയും വീശി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഭീമൻ നടന്നു വരുമ്പോൾ കാണുന്നത് തനിക്ക് മാർഗതടസ്സം സൃഷ്ടിച്ചു കിടക്കുന്ന ഒരു കുരങ്ങനെയാണ്. ഇത് കണ്ട് ഭീമൻ താൻ വരുന്നതറിയാതെ തൻ്റെ വഴിയിൽ വന്ന് കിടക്കുന്ന നിസാരനായ ആ കുരങ്ങനെ ഒന്ന് പേടിപ്പിച്ചു കളയാമെന്ന് കരുതി കുരങ്ങന്റെ അടുത്തെത്തി ഉച്ചത്തിൽ അലറി. ഭീമന്റെ അലർച്ച കേട്ട് മയക്കത്തിൽ നിന്നും ഉണർന്നിട്ടെന്ന പോലെ തന്നെ ശല്യപ്പെടുത്തിയത് ആരാണെന്ന് അറിയുവാനെന്നോണം നീരസത്തോടെ വൃദ്ധനായ കുരങ്ങന്റെ രൂപം പൂണ്ടുകിടന്ന ഹനുമാൻ ചോദിച്ചു, "ആരാണ് നീ? നിനക്ക് എന്താണ് വേണ്ടത്? ആവശ്യത്തിലധികം പൊക്കവും വണ്ണവും ഒക്കെ ഉണ്ടല്ലോ നിനക്ക്. എന്നാലും ഒട്ടും വകതിരിവില്ല.
ഇത്രയും വൃദ്ധനായ എന്നെ ഇപ്രകാരം ശല്യം ചെയ്യാതെ മാറിപ്പോകാനുള്ള സാമാന്യ വിവരം പോലും നിനക്കില്ലേ? ഇത് കേട്ട് ഭീമൻ അമ്പരന്നു പോയി. എന്നാൽ അതിലും കൂടുതലായി ഭീമന് തോന്നിയത് അരിശമാണ്. ഭീമൻ പറഞ്ഞു, ഹേ വാനര, ഞാൻ ആരാണെന്ന് കരുതിയാണ് നീ ഇങ്ങനെ അധിക പ്രസംഗം നടത്തുന്നത്? എൻ്റെ വഴിയിൽ വന്ന് കിടക്കാതെ എങ്ങോട്ടെങ്കിലും മാറിക്കിടക്ക്. ഹനുമാൻ പറഞ്ഞു, നിനക്ക് വിവരമില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് എത്ര ശരിയാണ്. നിനക്ക് കണ്ടാൽ മനസ്സിലാകുന്നില്ലേ ഞാൻ വൃദ്ധനാണെന്നും തീരെ അവശനാണെന്നും? എനിക്ക് സ്വയം ഇവിടെ നിന്ന് മാറിക്കിടക്കുവാനുള്ള ആരോഗ്യമില്ല. വേണമെങ്കിൽ നീ എന്നെ മറികടന്ന് പോയിക്കൊള്ളുക. അതൊക്കെ പോട്ടെ, നീ ആരാണ്? ഹനുമാന്റെ പരിഹാസം നിറഞ്ഞ സംസാരം കേട്ട് ക്രോധമടക്കുവാൻ കഴിയാതെ ഭീമൻ പറഞ്ഞു, എടാ വിഡ്ഢിയായ വാനര, ഞാൻ ഭീമസേനനാണ്, വായുപുത്രനായ ഭീമസേനൻ. നിന്റെ പ്രായമൊന്ന് കണക്കിലെടുത്ത് മാത്രമാണ് ഞാൻ നിന്നെ ഒന്നും ചെയ്യാതിരിക്കുന്നത്. ഞാൻ ഒന്ന് ആഞ്ഞു തുമ്മിയാൽ ചത്തുപോകുന്ന അവസ്ഥയിലാണ് നീ. പടുവൃദ്ധനായ നിന്നെ ഭീമസേനൻ കൊന്നു എന്ന് ലോകർ പാടി നടന്നാൽ അതിൻ്റെ മാനക്കേട് എനിക്കാണ്. എന്നോട് ഇങ്ങനെ സംസാരിക്കുവാൻ ആരും ഇന്നവരെ ധൈര്യപ്പെട്ടിട്ട് പോലുമില്ല. എനിക്ക് മാർഗതടസ്സമായി കിടക്കുന്ന നിന്നെ ഒരൊറ്റ ചവിട്ടിന് ഈ പർവ്വതത്തിനപ്പുറത്തേക്ക് തെറിപ്പിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ആരെയും മറികടന്ന് പോകുന്നത് ശരിയല്ല. അങ്ങനെ അല്ലാത്ത പക്ഷം എപ്പോഴേ ഞാൻ നിന്നെ മറികടന്ന് പോകുമായിരുന്നേനെ. എൻ്റെ സഹോദരനായ ഹനുമാൻ സീതാദേവിയെ അന്വേഷിച്ച് പണ്ട് ലങ്കയിലേക്ക് ചാടിയതുപോലെ. ഹനുമാൻ ചോദിച്ചു, ആരാണ് ഈ ഹനുമാൻ? ഭീമൻ പറഞ്ഞു, നിന്റെ കുലത്തിൽ ജനിച്ച ശ്രേഷ്ഠനായ എൻ്റെ സഹോദരനെ പോലും അറിയാത്ത നീ എന്തൊരു വിഡ്ഢിയാണ്. മരണവും കാത്തു കിടക്കുന്ന നിന്നോട് സംസാരിച്ച് കളയുവാൻ എനിക്ക് സമയമില്ല. മാറിക്കിടക്ക് എൻ്റെ വഴിയിൽ നിന്ന്. ഹനുമാൻ പറഞ്ഞു, ഞാൻ അവശനാണ്, തീരെ വയ്യ എനിക്ക്. നിനക്ക് എന്നെ മറികടന്ന് പോകുവാൻ പ്രയാസമാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക. എൻ്റെ വാല് അല്പം നീക്കി വച്ചിട്ട് നീ അതുവഴി നടന്നു പോയിക്കൊള്ളുക. സ്വന്തം വാല് അനക്കുവാനുള്ള ആരോഗ്യം പോലുമില്ല എനിക്ക്. ഭീമൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ സംസാരിക്കുന്നത് കേട്ടാൽ തോന്നും നീ അജയനായ യോദ്ധാവാണെന്ന്. സ്വന്തം വാല് അനക്കുവാൻ പോലും ആരോഗ്യമില്ലെങ്കിലും ആരോട് എന്ത് സംസാരിക്കണമെന്ന് അറിയാത്ത വാനരൻ. ഇത്രയും പറഞ്ഞ് പുച്ഛഭാവത്തോടെ ഭീമൻ ഗദ വലത് കൈയിൽ പിടിച്ച് ഇടത് കൈകൊണ്ട് വാനരന്റെ വാല് നീക്കി വയ്ക്കുവാൻ നോക്കി. അത്ഭുതമെന്ന് പറയട്ടെ, ഭീമന് ആ വാനരന്റെ വാല് ഒന്ന് അനക്കുവാൻ പോലും കഴിഞ്ഞില്ല. ഭീമന് സംഭവിക്കുന്നത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. ഭീമൻ വീണ്ടും ഇടത് കൈകൊണ്ട് വാനരന്റെ വാല് നീക്കുവാൻ ശ്രമിച്ചു. കഴിയുന്നില്ല. അത്ഭുതത്തോടെ ഭീമൻ തൻ്റെ ഗദ താഴെ വച്ച് രണ്ട് കൈകളും ഉപയോഗിച്ച് വാനരന്റെ വാല് നീക്കുവാൻ ശ്രമിച്ചു. വാല് നീക്കി വയ്ക്കുവാൻ പോയിട്ട് ആ വാനരന്റെ വാല് ഒന്ന് അനക്കുവാൻ പോലും ഭീമന് സാധിച്ചില്ല. ഭീമൻ സർവശക്തിയും എടുത്ത് ശ്രമിച്ചു. വാനരന്റെ വാല് കിടക്കുന്ന അതേ സ്ഥാനത്ത് തന്നെ കിടക്കുകയാണ്. ഭീമൻ ചുറ്റും നോക്കി. ഭാഗ്യം, ആരും ഈ രംഗം കണ്ടിട്ടില്ല. ഇത് എങ്ങനെ സംഭവിക്കുന്നു? ഭീകരന്മാരായ ഹിഡുംബനെയും ഭഗനെയും കിർമീരനെയും എല്ലാം വകവരുത്തിയ ആയിരക്കണക്കിന് മതയാനകളുടെ ശക്തിയുള്ള സാക്ഷാൽ ഭീമസേനന് ഒരു പടുവൃദ്ധനായ കുരങ്ങന്റെ വാല് ഒരൽപ്പം പോലും അനക്കുവാൻ സാധിക്കുന്നില്ലല്ലോ. ഭീമന്റെ ആശ്ചര്യം പതിയെ ആരാധനയിലേക്ക് വഴിമാറി. തൊഴുകൈകളോടെ ഭീമൻ തന്നെക്കാൾ ശക്തനായ ആ വാനരന് മുന്നിൽ തലകുനിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങ് ആരാണ്? ദയവ് ചെയ്ത് സ്വരൂപം പ്രാപിച്ചാലും. സ്വന്തം ശക്തിയിൽ മതിമറന്ന് അഹങ്കരിച്ചിരുന്ന ഞാൻ എൻ്റെ തെറ്റ് മനസ്സിലാക്കുന്നു. എന്നോട് പൊറുത്താലും. ദയവ് ചെയ്ത് അങ്ങ് ആരാണെന്ന് പറഞ്ഞാലും. വൃദ്ധ വാനരൻ കിടന്ന സ്ഥാനത്ത് ഹനുമാൻ പ്രത്യക്ഷപ്പെട്ടു. ഹനുമാനെ കണ്ടതും ഭീമന്റെ കണ്ണുകൾ ആശ്ചര്യത്താൽ വികസിച്ചു. ഭീമൻ ആനന്ദത്തിന്റെ പരമകോടിയിലെത്തി. ഭീമൻ പറഞ്ഞു, ജ്യേഷ്ഠ, എന്നോട് പൊറുത്താലും. ഞാൻ വിവേകമില്ലാതെ പറഞ്ഞുപോയ വാക്കുകൾ അങ്ങ് പൊറുത്താലും. എൻ്റെ ജീവിതം ധന്യമായി. അങ്ങയെ എനിക്ക് നേരിട്ട് കാണുവാൻ കഴിഞ്ഞുവല്ലോ. ഹനുമാൻ സന്തോഷത്തോടെ ഭീമനെ കെട്ടിപ്പിടിച്ചു. തൻ്റെ ശരീരത്തിലേക്ക് ശക്തിയുടെ ഒരു മഹാപ്രവാഹം ഒഴുകിയെത്തുന്നതായി ഭീമന് അനുഭവപ്പെട്ടു. ഹനുമാൻ പറഞ്ഞു, നിന്നെ ഒന്ന് പരീക്ഷിക്കുവാൻ ഞാൻ ചെയ്ത വിദ്യയായിരുന്നു ഭീമ ഇത്. നിനക്ക് എന്നും മംഗളം ഭവിക്കട്ടെ. ഭീമൻ പറഞ്ഞു, ജ്യേഷ്ഠ, എനിക്കൊരു ആഗ്രഹമുണ്ട്. പണ്ട് സീതാദേവിയെ അന്വേഷിച്ച് ലങ്കയിലേക്ക് പോകുവാനായി സമുദ്രം ചാടിക്കടക്കുവാനായി അങ്ങ് സ്വീകരിച്ച ആ രൂപം എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഹനുമാൻ തൻ്റെ ശരീരം വലുതാക്കി. ഹനുമാന്റെ ആകാശം മുട്ടി നിൽക്കുന്ന രൂപം കണ്ട് ഭീമൻ ആശ്ചര്യത്തോടെ വണങ്ങി. ഹനുമാൻ തൻ്റെ സ്വരൂപം വീണ്ടും സ്വീകരിച്ച് ഭീമനോട് പറഞ്ഞു, അർജുനന്റെ തേരിൽ ഞാൻ കുടികൊള്ളുമെന്ന് പണ്ട് ഞാൻ അർജുനന് വാക്കു കൊടുത്തിട്ടുണ്ട്. യുദ്ധത്തിൽ നീ അലറുമ്പോൾ ഞാനും കൂടെ അലറുന്നതായിരിക്കും. ഇടിമുഴക്കം പോലുള്ള ആ ശബ്ദം ശത്രുക്കളുടെ മനസ്സിൽ ഭയം നിറയ്ക്കുകയും
പേടിച്ചു വിറച്ച ശത്രുവിന് മുന്നിലേക്ക് നിനക്ക് സംഹാരരൂപിയായി മാറുവാൻ സാധിക്കുകയും ചെയ്യും. വിജയീ ഭവ ഭീമ. ഭീമനെ അനുഗ്രഹിച്ചതിന് ശേഷം ഹനുമാൻ അപ്രത്യക്ഷനായി. ഭീമൻ കല്യാണ സൗഗന്ധികം തേടിയുള്ള തന്റെ യാത്ര തുടർന്നു. മനം മയക്കുന്ന ഗന്ധം വഹിച്ചുകൊണ്ടുവരുന്ന കാറ്റിന്റെ ദിശയിലൂടെ പോയി ഭീമൻ അവസാനം മനോഹരമായ ഒരു പൊയ്കയുടെ സമീപത്തെത്തി. കല്യാണ സൗഗന്ധികമെന്ന അതിവിശിഷ്ടമായ അനവധി നീല താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ പൊയ്ക. ആ പുഷ്പങ്ങൾ ശേഖരിക്കുവാനായി പൊയ്കയിലേക്ക് ഭീമൻ ഇറങ്ങുവാൻ പോയതും ഒരു ശബ്ദം കേട്ടു. നിൽക്കവിടെ! ആരാണ് നീ? ഈ ഉദ്യാനവും ഈ പൊയ്കയും സമ്പത്തിന്റെ അധിപനായ കുബേരന്റെ സ്വന്തമാണ്. മറ്റാർക്കും ഇവിടെ വരുവാനോ ഈ പൊയ്കയിൽ ഇറങ്ങുവാനോ ഉള്ള അനുവാദമില്ല. ഞങ്ങൾ ഈ പൊയ്കയുടെ കാവൽക്കാരാണ്. ഭീമൻ നോക്കുമ്പോൾ മുന്നിലായി അനവധി യക്ഷന്മാർ ആയുധവുമായി നിൽക്കുന്നു. ഭീമൻ പറഞ്ഞു, സ്വർഗ സമാനമായ ഈ പ്രദേശവും ഈ പൊയ്കയും ഒരു വ്യക്തിയുടെയും സ്വകാര്യ സ്വത്തല്ല. അത് എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. നിങ്ങളുടെ ഈ ബാലിശമായ താക്കീത് കേട്ട് മടങ്ങിപ്പോകുവാൻ വന്നവനല്ല ഭീമൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഭീമൻ പൊയ്കയിലേക്ക് ഇറങ്ങി. തങ്ങളുടെ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് പൊയ്കയിലേക്ക് ഇറങ്ങിയ ഭീമനെ വകവരുത്തുവാനായി യക്ഷന്മാർ ചുറ്റും കൂടി. ഭീമനും യക്ഷന്മാരും തമ്മിൽ പോരാട്ടമായി. മദയാന പുൽക്കൊടികളെ എന്ന പോലെ ഭീമൻ യക്ഷന്മാരെ നിസാരമായി തോൽപ്പിച്ചു. ഭീമന് മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ പ്രാണരക്ഷാർത്ഥം ഓടിയ യക്ഷന്മാർ നടന്ന സംഭവം കുബേരനെ അറിയിച്ചു. കുബേരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെ വെറും കൈയോടെ മടങ്ങുവാൻ എത്തിയവനല്ല ഭീമൻ. അവന് വേണ്ട സൗഗന്ധിക പുഷ്പങ്ങൾ അവൻ ശേഖരിച്ചു കൊള്ളട്ടെ. നിങ്ങൾ അവനെ തടുക്കുവാൻ പോകേണ്ട. നിങ്ങൾക്ക് അതിന് കഴിയുകയുമില്ല. അങ്ങനെ ഭീമൻ കല്യാണ സൗഗന്ധികം പൊയ്കയിൽ നിന്നും വേണ്ടുവോളം ശേഖരിച്ചു. ഇതേ സമയം ഭീമനെ കാണാതെ പരിഭ്രമിച്ച യുധിഷ്ഠിരനും നകുല സഹദേവന്മാരും ദ്രൗപദിയും ഘടോത്കചന്റെ സഹായത്തോടെ പൊയ്കയുടെ സമക്ഷമെത്തി. ഭീമനെ കണ്ട് ആശ്വാസമായ യുധിഷ്ഠിരൻ ഭീമനെ വാരിപ്പുണർന്നു. ഭീമൻ ദ്രൗപദിക്ക് താൻ അവൾക്കായി ശേഖരിച്ച സൗഗന്ധിക പൂക്കൾ സമ്മാനിക്കുകയും ചെയ്തു. തുടർന്ന് പാണ്ഡവരും ദ്രൗപദിയും ഗന്ധമാദന പർവ്വതത്തിൽ തങ്ങൾ താമസിക്കുന്ന നരനാരായണന്മാരുടെ ആശ്രമത്തിന് സമീപത്തായുള്ള പർണശാലയിലേക്ക് മടങ്ങുകയും ചെയ്തു. തൽക്കാലം മഹാഭാരതത്തിന്റെ ഈ ഭാഗം ഞാൻ ഇവിടെ വച്ച് നിർത്തുകയാണ്. എല്ലാവർക്കും ഈ ഭാഗം ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുവാനും അഭ്യർത്ഥിക്കുന്നു. നന്ദി.